2006 മോഡലാണ്. 2026 പേപ്പേഴ്സ് എല്ലാം ഉണ്ടാവും. 26 വരെ എല്ലാ പേപ്പറും ക്ലിയർ ഉണ്ട്. ഇതൊരു ഗ്ലാസ് വരെ മാറാത്ത വണ്ടി കേട്ടോ. റീപ്ലേസ് ഇല്ലാത്ത എല്ലാ വൃത്തിയുള്ള വണ്ടിയില്ലേ? AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. അലവീല് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? 8 മോഡലാണ്. ഇത് നമുക്ക് പുതിയ പേപ്പർ 1.60 കൊടുക്കാം. 1,60,000 ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള ഹോണ്ട സിറ്റി ഓട്ടോമാറ്റിക് അത് അല്ല മാനുവൽ. ഇത് എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? നമുക്ക് ചോദിക്കുന്നത് 45 റുപ്യാണ്. എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം. 11 മോളില് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി 45,000 ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കുമല്ലോ അല്ലേ? ഇതിന്റെ പേര് 1.5 ലക്ഷമാണ്. എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം. 1.5 ലക്ഷത്തിന് കുറച്ച് കൊടുക്കും. ലോൺ കയറി പോയി വണ്ടിമോ? ലോൺ കിട്ടും. 2027-28 പുതിയ പേപ്പർ ഉണ്ട്. 7 മോളിൽ 28 എല്ലാ പേപ്പറും ക്ലിയർ ആണ്. ഡീസൽ മാനുവൽ 4x4. 4x4 ആണല്ലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത്? ചോദിക്കുന്നത് 3,30,000. 3.30 ചോദിക്കണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും. നമുക്ക് 2-2.5 വരെ ലോൺ കൊടുക്കാം. മാക്സിമം ലോൺ കയറും. ബില്ല് കാര്യങ്ങളൊക്കെ ചെയ്താൽ അടിപൊളിയാക്കി ഉണ്ടല്ലേ? ഒരു 50,000 മുടക്കിൽ ഇറക്കാൻ പറ്റും. ചോദിക്കുന്നത് 1.25 എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം. 1.25 എന്തായാലും കുറച്ച് കൊടുക്കാം അല്ലേ? 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. AC നല്ല കൂളിംഗ് ആണ്. എല്ലാം കൂളിംഗ്. ഒക്കെ നോക്കുമ്പോ നമ്മളങ്ങനെ വീണ്ടും മൂന്നാമത്തെ എപ്പിസോഡിലെ വീട് എത്തിക്കണ്ടേ. കഴിഞ്ഞ 2 എപ്പിസോഡ് ചെയ്ത് മൂന്നാമത്തെ എപ്പിസോഡിൽ ഏകദേശം 20ഓളം വണ്ടികളാണ് KS കാർസിലുണ്ട്. മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി തറയിട്ടാലുള്ള KS കാർസിലാണ് വീണ്ടും എത്തിക്കണ്ടേ. ഫുള്ള് ചെറുവണ്ടികളും അതേമാതിരി മാക്സിമം ഫുള്ള വണ്ടികളാണ്. പജേറകളൊക്കെ മാക്സിമം ചെറിയ വിലക്ക്. ഇന്നോവ ഇറങ്ങുന്നത് 3,10,000 മുതൽ ഇന്നോവ ഇറങ്ങുന്നത്. ബൊലേറോ ചെറിയ കൈക്ക് 45,000 മുതലാണ് മാരുതി 800 തുടങ്ങുന്നുണ്ട്. സ്വിഫ്റ്റുകള് 1.5 ലക്ഷത്തിനുള്ള സ്വിഫ്റ്റുകൾ പറയാൻ കിട്ടോ. അതേപോലെ ഇന്ത്യക്കാൾ പറയാനുണ്ട്. എല്ലാം മാക്സിമം ലോണാണ്. നമ്മളെ കോൾ മുസഫിറാണ്. നമ്മളെ വീട്ടിലേക്ക് സ്വാഗതം. സുഖം മുസഫിറോ? ഷറല്ലേ? ലൊക്കേഷൻ പറഞ്ഞു. ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്ക് അടുത്ത് തറയിട്ടാല്. കൊണ്ടോട്ടിക്കടുത്ത് തറയിട്ടാല് കുമ്മിണിപ്പറമ്പാണ്. പിന്നെ കൂടുതൽ ഡീറ്റെയിൽസിന് അതേപോലെ നമ്മളെ വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു ഹായ് അയച്ചാല് 2 ലിങ്ക് വരും. ലിങ്ക് ഫസ്റ്റ് ഓപ്പൺ ചെയ്താലും മൊത്തം വണ്ടിയുടെ കാറ്റലോഗ് കിട്ടും. ഇവിടുത്തെ 100 വണ്ടികളെ എല്ലാം കിട്ടും. വരുന്ന വണ്ടികൾ ഒക്കെ ഉണ്ടാവും. ഫോട്ടോസ്, ഡീറ്റെയിൽസ്, റേറ്റ്, കിലോമീറ്റർ, ഓണർഷിപ്പ് ഒക്കെ ഉണ്ടാവും. A to Z കാര്യങ്ങൾ ഫുൾ ഇതിലുണ്ടാവും. ലൊക്കേഷൻ ഡീറ്റെയിൽസ് നമ്മൾ കോൺടാക്ട് നമ്മൾ പറഞ്ഞും ചെയ്യാം. രണ്ടാമത്തെ ലിങ്ക് ഓപ്പൺ ചെയ്താൽ നമ്മൾ പ്രോപ്പർ ലൊക്കേഷൻ കിട്ടും. നമ്മൾ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടും. അതിലടിച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പോകാൻ മതി അല്ലേ? ഇവിടെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഗ്യാരണ്ടി പറഞ്ഞ പോലെ കൊടുക്കും. ഏത് വണ്ടി എടുക്കാൻ വരുമ്പോൾ കാരണം മെക്കാനിക്കിനെ അറിയുന്ന ഒരാളെ കൊണ്ടുവന്ന് മാക്സിമം ചെക്ക് ചെയ്തെടുക്കാം. മാക്സിമം ഫുൾ വണ്ടികളാണല്ലേ? ഫുൾ കുറെ വണ്ടിയുണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. ലാൻസർ 1.30 ലാൻസർ 1,30,000 ഈ ലാൻസർ എടുക്കുന്നുണ്ട്. പജേറകളെ 4 ലക്ഷം സംതിങ്ങാണ് കൊടുക്കുന്നുണ്ട്. അതേപോലെ സ്വിഫ്റ്റുകൾ 1.5 ലക്ഷത്തിന് ഉള്ളിൽ. 1 ലക്ഷം ടൈപ്പ് 4 ഇന്നോവ ഉണ്ട്. ചെറിയ പൈസ 1.30 സ്വിഫ്റ്റുകൾ ഉണ്ട്. അതാണ് മാക്സിമം ലോൺ. 40,000 നാനോ ഉണ്ട്. 40,000 നാനോകൾ ഉണ്ട്. 50,000 നാനോ അങ്ങനെ ഉണ്ട്. പൂണ്ട വണ്ടികളുണ്ട്. അതും ചെറിയ പൈസ കൊടുക്കുക. അതേമാതിരി ഓട്ടോമാറ്റിക് വണ്ടികൾ ഫുൾ ഓണില്, ഇയോണുകൾ ഫുൾ ഓണില്, ബെൻസുകൾ 2,70,000 എക്സ്ട്രാ വരാണ്ട്. എത്ര ചോദിക്കുന്നത്? അതിനെത്ര 12 മാക്സിമം കുറച്ച് വരും. മാക്സിമം ലോണും കരുതി തരും. ഒക്കെ വീഡിയോ കണ്ടല്ലോ. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനൽ കാണാൻ മറക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് പേജ് പോലെ മറക്കണം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ മൂന്നാമത്തെ എപ്പിസോഡില് ഫസ്റ്റ് വണ്ടി നാനോ കൂടെ അല്ലേ? ചെറിയ വിലക്ക് ചെറിയ വണ്ടി. അപ്പൊ എങ്ങനെ ഈ നാനോ ഉണ്ട്? 2011 മോഡലാണ്. പിന്നെ 26 പേപ്പേഴ്സ് ഉണ്ടാവും. 11 മോഡൽ 26 എല്ലാ പേപ്പറും വന്നിട്ടുള്ളൂ. വണ്ടി വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. വരുന്നുള്ളൂ. അപ്പൊ വരുന്ന വരവാണ്. അത് നമ്മള് കുറച്ച് പുറത്തുനിന്ന് എടുക്കണ്ടല്ലേ? ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങൾ പറയാൻ പറ്റുമോ? കിലോമീറ്റർ എത്ര 60 അവിടെ ഓടിയിട്ടുണ്ട്. ഓടിക്കാൻ അടിപൊളി. AC കാരണമൊക്കെ വർക്കിംഗ് ആണ്. ഫുള്ള് ക്ലിയർ ആണല്ലോ അല്ലേ? ഓക്കെ. ഇതിന് തട്ടുമുട്ട എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് വൃത്തിയാക്കണ്ടല്ലോ അല്ലേ? വൃത്തിയാക്കി കൊടുക്കാം അല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണം? നമുക്ക് ചോദിക്കുന്നത് 45 റുപ്യാണ്. എന്തെങ്കിലും മാറ്റം വരുത്തി കൊടുക്കാം. 11 മോളില് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി 45,000 ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും അല്ലേ? പിന്നെ വേറെ പറയുന്നത് നമ്മുടെ അടുത്ത് 50 രൂപ ചോദിക്കണേ. 40 രൂപ കൊടുക്കാം. ഇത് 45 വേറെ ഉള്ള വണ്ടി 50 രൂപ കൊടുക്കാം. ഫുൾ പക്ക വണ്ടി അല്ലേ? അതെ. ഇതുമേ ലോണറെല്ലാം റെഡി ആയി കാണാം. മൈലേജ് എത്ര കിട്ടുന്നത്? 20 മേപ്പോട്ട് കിട്ടും. ധൈര്യമായിട്ട് പറയാം. പുതിയ ഇൻഷൂർ കേട്ടോ. പുതിയ ഇൻഷൂർ ഉണ്ടല്ലേ? തേർഡ് പാർട്ട്. അടുത്ത വണ്ടി ഫിയറ്റിന്റെ പൂണ്ടോ അല്ലേ? ഫിയറ്റ് പൂണ്ടോ. വൈറ്റ് കളറാണ് പൂണ്ടോ. 2012 മോഡലാണ്. അലവില് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. 12 മോഡൽ അലവിലൊക്കെ വരുന്നതാണല്ലേ? ഡീസലാണ് ഫീൽ വരുന്നത് അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്. കിലോമീറ്റർ 1.14 മൂന്നാമത്തെ വർഷം. 1.14 മൂന്നാമത്തെ വർഷം നിലവിലുള്ളൂ അല്ലേ? ഇതിന് റീപ്ലേസ് ഉണ്ടെന്നാല്? മേജർ ഒന്നുമില്ല. മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞ് നമുക്ക് കൊടുക്കാം. നല്ല മൈലേജ് ഉണ്ടാവും. സ്വിഫ്റ്റിന്റെ എഞ്ചിനാണ് വരുന്നത്. അപ്പൊ സാധനം കിട്ടാത്ത പ്രശ്നം വരില്ലല്ലോ അല്ലേ? സ്വിഫ്റ്റിന്റെ എഞ്ചിൻ വരുന്നോണ്ട് നല്ല മൈലേജും ഉണ്ടാവും. എത്ര ചോദിക്കണായിട്ട്? ചോദിക്കണത് 1.5 ലക്ഷമാണ്. മാറ്റം കേട്ടോ. 1.5 ലക്ഷത്തിന് കുറച്ച് കൊടുക്കും. ലോൺ കയറി പോയി വണ്ടിമോ? ലോൺ കിട്ടില്ല. റെഡി ആയിക്ക് വണ്ടി ഇറക്കാം അല്ലേ? വേറെ പണികളൊന്നും ഇല്ല. ഫുൾ പക്ക ക്ലിയർ വണ്ടി അല്ലേ? അടുത്ത വണ്ടി പിന്നെ അൾട്ടീസിലെ. ഇവിടുന്ന് 2 അൾട്ടീസിലെ.
അൾട്ടീസും സിറ്റിയും 2 സിറ്റി ഉണ്ട്. അപ്പൊ ഈ അൾട്ടീസ് ആണ് ഡീറ്റെയിൽ ഉണ്ട്. ഇത് 2008 മോഡല്. പുതിയ പേപ്പർ, ഫുൾ പേപ്പർ ക്ലിയർ ഉള്ളതാണ്. 5 പുതിയ പേപ്പർ ഫിറ്റ് ഉണ്ട്. സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. 145 ഓടിട്ടുണ്ട്. ഓക്കെ. പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ആണത്. അത് ഓട്ടോമാറ്റിക് ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ വരും കേട്ടോ. ഒക്കെ വരും. ഇലക്ട്രിക് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് വരുമല്ലോ അല്ലേ? നീറ്റ് വണ്ടി, നല്ല ഓടിക്കാനൊക്കെ അടിപൊളി വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടി, അത്യാവശ്യം കുഴപ്പമില്ലാത്ത വണ്ടി അല്ലേ? എത്ര വണ്ടിക്കാണ് ചോദിക്കുന്നത്? ഗിയർ ബോക്സ് വരാം. ചോദിക്കുന്നത് 2,80,000 ആണ്. എന്തെങ്കിലുമൊക്കെ മാറ്റം വെച്ച് കൊടുക്കാം. 2,80,000 ആണ് ഈ വലിയൊരു സ്ഥലം വണ്ടിക്ക് ചോദിക്കുന്നത്. അതും പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ? എന്തായാലും കുറച്ച് കൊടുക്കും ചെയ്യും. ഇത് മാറ്റം വെച്ച് കൊടുക്കാം. ഇതുമേ ലോൺ കയറൂലേ? ലോണേ കിട്ടാൻ പ്രയാസം, മോഡൽ കുറവല്ലേ? മോഡൽ കുറവായതുകൊണ്ട് ലോൺ കിട്ടാൻ പ്രയാസം. നമുക്ക് അന്വേഷിച്ച് നോക്കാം. സെറ്റ് ലോണൊക്കെ വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം അല്ലേ? ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും? ഇതിനൊരു 10 കിലോമീറ്റർ. അത്ര മൈലേജ് കിട്ടുള്ളൂ അല്ലേ? ഓക്കെ. പിന്നെ അടുത്തോണ്ട് സിറ്റി, ഹോണ്ട സിറ്റി ഉണ്ട്. ഇതെങ്ങനെ? ഇത് 2007 മോഡലാണ്. പെട്രോൾ ഓട്ടോമാറ്റിക്. ഇതും പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. 13 ആണ് അല്ലേ? അതെ. സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ആകെ 66 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വണ്ടി ഉള്ളൊക്കെ നല്ല നീറ്റ് ആണ്. ആകെ 100 കിലോമീറ്റർ വണ്ടി അല്ലേ? അതെ. ഇത് കമ്പനി സ്ഥിരം ഉണ്ടെന്നാൽ അങ്ങനെ ആണെങ്കിൽ നമ്മൾ എടുത്തിട്ടില്ല, പാർട്ടിയിൽ ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തെടുക്കും ചെയ്യാലോ അല്ലേ? അതും പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. എത്ര പേപ്പർ ഉണ്ട്? 2027 പേപ്പേഴ്സ് ഉണ്ട്. എല്ലാവരും ക്ലിയർ ആണ്. ഓക്കെ. എടുക്കുന്നൊക്കെ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ പക്ക ക്ലിയർ വണ്ടി അല്ലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നാല്? ഇതിന്റെ 2,20 ആണ്. ഇതിനൊക്കെ മാറ്റി വെച്ച് കൊടുക്കാം. 2,20 എന്തായാലും കുറച്ച് കൊടുക്കാം അല്ലേ? ഇതുപോലെ ലോൺ കയറുന്നാല് ലോൺ കിട്ടൂല. റെഡി ആയിക്ക് വണ്ടി ഇറക്കാം അല്ലേ? ഓക്കെ. അതേമാതിരി വീണ്ടും ഹോണ്ട സിറ്റി അല്ലേ? ഇത് 2008 മോഡലാണ്. നമുക്ക് പുതിയ പേപ്പർ 1,60,000 കൊടുക്കാം. 1,60,000 ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള ഹോണ്ട സിറ്റി ഓട്ടോമാറ്റിക്. അത് അല്ല, മാനുവൽ. ഇത് മാനുവൽ ആണ് അല്ലേ? കിലോമീറ്റർ ആരും പറയാൻ പറ്റുമോ? കിലോമീറ്റർ ഇത് 1,60. 1,60 ഓടിക്കണ്ടല്ലേ? റീപ്ലേസ് ഉണ്ടെന്നാല്? ഇല്ല, മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലേ? അത് മാനുവൽ ആണല്ലേ? റെഡി ആയി ഇറക്കാൻ പറ്റുള്ളൂ. എത്ര മൈലേജ് കിട്ടും പെട്രോൾ മാനുവൽ ആകുമ്പോൾ? 13-14 കേട്ടോ. ഇത് 14 വരെ മാക്സിമം മൈലേജ് കിട്ടുമല്ലോ അല്ലേ? മാനുവൽ ആയതുകൊണ്ട് വേറെ പണികളൊന്നും ചെയ്യല്ലോ. ഒന്നുമില്ല. ഫുൾ പക്ക ക്ലിയർ ഉണ്ടല്ലേ? അടുത്ത വണ്ടി ഞാനല്ലേ? 2011 വണ്ടി. നമുക്ക് 50 രൂപ കൊടുക്കാം. 50 രൂപയ്ക്ക് 11 മോളില് നാന കൊടുക്കാം. മൈലേജിന്റെ രാജാവല്ലേ? നല്ല മൈലേജ് ഉണ്ട്. പുതിയ ടയർ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. ഫ്രണ്ട് കരിമ്പുത്തൻ ടയറാണല്ലേ? ബാക്ക് പിന്നെ കുറച്ച് കമ്മി ഉണ്ടല്ലേ? അതെ. ഓക്കെ. ഇത് കിലോമീറ്റർ വരെ പറയാൻ പറ്റുന്നാല്? കിലോമീറ്റർ 85,000. 8 ഓടിക്കണ്ടല്ലേ? ഓണർഷിപ്പ്. 4ാമത്തോ? ഓക്കെ. റീപ്ലേസ് ഉണ്ടെന്നാല്? റീപ്ലേസ് മേജർ ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഫുൾ പക്ക ക്ലിയർ ഉണ്ടല്ലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നാല്? 50 രൂപ. 50 രൂപ ചോദിക്കണ കുറച്ചും കൊടുക്കൂലേ? ലോൺ കയറില്ലല്ലോ? റെഡി ആയിക്ക് വണ്ടി ആക്കാം അല്ലേ? ഇത് മൈലേജ് എത്ര കിട്ടുന്നാല്? 20 കിട്ടും. എന്തായാലും മൈലേജ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ? അടുത്ത വണ്ടി വീണ്ടും ഒരു സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? എങ്ങനെ ഡില്ലേ? 2010 മോഡല്. KDI. പിന്നെ 4ാമത്തെ ഓണർഷിപ്പ്. 4ാമത്തെ ഓണർഷിപ്പിലാണ് അല്ലേ? 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ട അങ്ങനത്തെ ഒരു പരിപാടി ചെയ്യല്ലേ? ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എത്ര ചോദിക്കണം? 2,30 ആണ്. 1,5 രൂപ ഫിനാൻസും കൊടുക്കാം. 2,30 വെച്ചാണ്ട് 1,00,000 വരെ ഫിനാൻസ് ഇട്ട് കൊടുക്കാം അല്ലേ? ഫുൾ പക്ക ക്ലിയർ വണ്ടി അല്ലേ? തട്ടുമുട്ട് മേജർ പരിപാടി ചെയ്യണ്ട? അതിന് ഒന്നുമില്ല. ധൈര്യം പറഞ്ഞു കൊടുക്കാം. എത്ര മൈലേജ് ഡീസൽ ആകുമ്പോ? 20 കിലോമീറ്റർ കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും. ഫുൾ പക്ക വണ്ടി അല്ലേ? മാക്സിമം ലോണാണല്ലോ അല്ലേ? ഓക്കെ. അതേമാതിരി വേറെ സ്വിഫ്റ്റ് ഡിസയർ വേറെ ഉണ്ടല്ലോ? അഡ്വാൻസ് ആയതാണ് അല്ലേ? എന്നാ ഫോർഡ് ഫിയസ്റ്റ ഉണ്ട്. ഫിയസ്റ്റ എങ്ങനെ? 2007 മോഡല്. 2028 പുതിയ പേപ്പർ. 7 മോഡല് 28 എല്ലാ പേപ്പറും ക്ലിയർ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. നിലവിലുള്ള റീപ്ലേസ് കാര്യങ്ങളൊന്നും കേട്ടില്ല. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ? കിലോമീറ്റർ 1,21. 1,20? 1,21. 23 ഓടിക്കണ്ടല്ലേ? വേറെ തട്ട് മുട്ട അങ്ങനത്തെ പരിപാടി? ഗ്ലാസ് മാത്രം, വേറെ ഒന്നുമില്ല. മെയിൻ ക്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ അല്ലേ? വേറെ മേജർ പരിപാടി ഒന്നും ഇല്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട്? ചോദിക്കുന്നത് 1,4 എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി കൊടുക്കാം. 1,4 എന്തായാലും കുറച്ച് കൊടുക്കാം അല്ലേ? 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. AC ഒക്കെ നല്ല കൂളിംഗ് ആണ്. എല്ലാം കൂളിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ഉള്ള വണ്ടി അല്ലേ? വേറെ പണികളൊന്നും ഇല്ലല്ലോ? ഇതിമ ലോൺ കയറുമോ? ലോൺ കയറുമ്പോ ഇതിമല് ലോൺ കിട്ടില്ല. റെഡി ആയിക്ക് വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ. എടുക്കുന്നൊക്കെ വേറെ പണികളൊന്നും ഇല്ലല്ലോ? ഫുൾ പക്ക ക്ലിയർ വണ്ടി അല്ലേ? ഫുൾ പേപ്പർ ക്ലിയർ ആണ്. ഓക്കെ. അതേമാതിരി പിന്നെ സണ്ണി ഉണ്ടല്ലോ? സണ്ണി 2013 മോഡലാണ്. ഇത് XL ആണ് ഓപ്ഷൻ വരുന്നത്. XL ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? ഇത് 1,23,000 കിലോമീറ്റർ. 3ാമത്തെ ഓണർഷിപ്പ്. നിലവിലുള്ള അല്ലേ? റീപ്ലേസ് ഉണ്ടെന്നാല്? മെയിൻ ക്ലാസ് റീപ്ലേസ് ഉണ്ട്. വേറെ ഒന്നുമില്ല. മാറിക്കണോ? വേറെ ബോണറ്റ് ഡിക്കി ഡോറ് ഒന്നുമില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതായത് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാറല്ലേ?
ഇന്ത്യയുടെ അത്യാവശ്യം നല്ല വൃത്തിയിലുണ്ടല്ലോ അല്ലേ? ഓടിക്കാൻ അടിപൊളിയായിട്ട് വണ്ടി ഉഷാറാണല്ലോ അല്ലേ? എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെന്നാല്? 2,80,000. 2,80,000? എന്തായാലും കുറച്ച് കൊടുക്കും. കുറച്ച് 2,00,000 രൂപ ലോണും കൊടുക്കാം. മാക്സിമം ലോണും കയറുമല്ലോ അല്ലേ? എടുക്കുന്നൊക്കെ വേറെ പണി കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഫുൾ ക്ലിയർ വണ്ടി അല്ലേ? നീറ്റ് വണ്ടി. എത്ര മൈലേജ് എന്ന് പറഞ്ഞാൽ ഡീസലിന് മേലെ കിട്ടും? എന്തായാലും മൈലേജ് കിട്ടും. വെറൈറ്റി പറയാലോ അല്ലേ? അടുത്ത വണ്ടി പിന്നെ ബൊലേറോ അല്ലേ? ബൊലേറോ. ഓക്കെ. ഇത് 2010 മോഡലാണ് ZLX കേട്ടോ. 10 മോഡല് ZLX ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ? സോറി ഒന്ന് കട്ടാണ്. SLX ആണ് അല്ലേ? ഓക്കെ. കിലോമീറ്റർ കാര്യങ്ങള്? കിലോമീറ്റർ 1,10 അവിടെ ഓടിയിട്ടുണ്ട്. 1,10 ഓടിക്കണ്ട്. ഓണർഷിപ്പ് എത്ര ആണോ? ഓണർഷിപ്പ് കറക്റ്റ് ഓർമ്മല്ല. അതിപ്പോ വന്ന് കയറാണ്. പോളിഷ് ചെയ്ത് നിന്നിട്ടുള്ളൂ. അപ്പോൾ വന്നിട്ടുള്ളൂ. പോളിഷ് ചെയ്ത് കയറി നിന്നിട്ടുള്ളൂ. കാറ്റലോഗ് വാച്ച് ചെയ്ത കാര്യം ഉണ്ടാവും കേട്ടോ. കിട്ടാവല്ലോ. കിലോമീറ്റർ ഓണർഷിപ്പ് ഒക്കെ കറക്റ്റ് ഉണ്ടാവും കേട്ടോ. ഓക്കെ. റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടിയില്ല. ധൈര്യമായിട്ട് പറഞ്ഞു. അടിപൊളിയായിട്ട് വണ്ടി. അടിപൊളിയാണ്. നല്ല വൃത്തിയുണ്ടല്ലേ? ഒരു വെറൈറ്റി പച്ചയാണല്ലേ? എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത്? ചോദിക്കുന്നത് 3,30,000. 3,30,000 ചോദിക്കണ്ടേ? എന്തായാലും കുറച്ച് കൊടുക്കും. നമുക്ക് 2-2.5 വരെ ലോൺ കൊടുക്കാം. മാക്സിമം ലോൺ കയറും. ബില്ല് കാര്യങ്ങളൊക്കെ ചെയ്താൽ അടിപൊളിയാക്കി വണ്ടില്ലേ? ഒരു 50,000 മുടക്കിൽ ഇറക്കാൻ പറ്റുമോ? ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ബൊലേറോ ഇറക്കാം അല്ലേ? ഓക്കെ. വേറെ പണികളൊന്നും ചെയ്യാം. നല്ല അടിപൊളി ഉണ്ട്. ഇത് ഡീസലാകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഇതിനൊരു 14 എന്തായാലും മൈലേജ് കിട്ടുമല്ലോ അല്ലേ? ഫുൾ പക്ക ക്ലിയർ ഉണ്ട്. കാര്യങ്ങളൊന്നും മാറിയില്ല കേട്ടോ. ഒന്നും മെയിൻ ക്ലാസ് ഒന്നും മാറിയില്ലല്ലോ? ഒക്കെ ഗ്യാരണ്ടി ആണല്ലേ? ഓക്കെ. അതേമാതിരി പിന്നെ ഒരു സഡാ വണ്ടി ലാൻസർ ഉണ്ടല്ലോ അവിടെ? അത് ഫാൻസി നമ്പർ 9999 അല്ലേ? അപ്പൊ എങ്ങനെ ഇത് മോഡൽ ഉണ്ട്? 2006 മോഡലാണ്. 2026 പേപ്പേഴ്സ് എല്ലാം ഉണ്ടാവും. 26 വരെ എല്ലാ പേപ്പറും ക്ലിയർ ഉള്ള വണ്ടി. ഇതൊരു ഗ്ലാസ് വരെ മാറാത്ത വണ്ടി കേട്ടോ. റീപ്ലേസ് ഇല്ലാത്ത എല്ലാ വൃത്തിയുള്ള വണ്ടി അല്ലേ? AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. അലവീല് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അലവിലുണ്ട്. ഇത് കിലോമീറ്റർ വരെ പറയാൻ പറ്റുമോ? കിലോമീറ്റർ 1,70. 1,70 ഓടിക്കുന്നുണ്ട്. ഓക്കെ. ഓണർഷിപ്പിന്റെ കാര്യം പറയാം. 3ാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള അല്ലേ? റീപ്ലേസ് ഉണ്ടോ? ഗ്ലാസ് വരെ മാറിയില്ല. മാറിയില്ലല്ലേ? ഇതൊക്കെ ഗ്യാരണ്ടി ആണല്ലേ? നമുക്ക് 1,30,000 കൊടുക്കാം. 1,30,000 റുപ്യക്ക് ലാൻസർ ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി കൊടുക്കല്ലേ? എടുക്കുന്നൊക്കെ ഒരു പണി കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഇത് റെഡി ആയിക്കാൻ ഇറക്കാൻ പറ്റുള്ളൂ. വേറെ പണികളൊന്നും ഇല്ല. അടുത്ത വണ്ടി വീണ്ടും ഒരു സണ്ണി ആണല്ലേ? ഇതൊക്കെ ഓഫറുള്ള വണ്ടിയാണ്. ഓഫർ വരെയുള്ള സണ്ണിയാ? 2012 മോഡല്. ഒറിജിനൽ കേരള വണ്ടി കേട്ടോ. ഒറിജിനൽ കേരള വണ്ടി. അലവിലെ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി. എക്സലന്റ് ഓപ്ഷൻ വരുന്നത് 2 എയർ ബാഗ്, ക്ലൈമറ്റ് കൺട്രോൾ, AC, അലവില്, സെൻട്രൽ ലോക്ക്, റിമോട്ട് ഒക്കെ വരും. ഒക്കെ വരുന്നില്ലേ? ഈ അലവിൽ എക്സ്ട്രാ ചെയ്തല്ലേ? ചെയ്തല്ലേ? എത്ര കിലോമീറ്റർ ഓടിക്കുന്ന? ഇത് കിലോമീറ്റർ 86 കിലോമീറ്റർ. 3ാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ള. റീപ്ലേസ് ഉണ്ടെന്നാല്? റീപ്ലേസ് ഗ്ലാസിന് വേറെ ഒന്നുമില്ല. മെയിൻ ഗ്ലാസ് മാറിയാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് അല്ലേ? നമുക്ക് 2,60,000 കൊടുക്കാം. നമുക്ക് 2 ലക്ഷം വരെ ലോണും കൊടുക്കാം കേട്ടോ. 2,60,000 വലിയൊരു വണ്ടി കൊടുക്കാം. ഒരു 60,000 കേരള വണ്ടിയാണത്. ഒറിജിനൽ കേരള ആണല്ലേ? റീവണ്ടി ആണല്ലോ? ഒരു 10,000 റുപ്യ നമുക്ക് വണ്ടി ഇറക്കും ചെയ്യാറല്ലേ? ഇത് ഡീസൽ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? മേലെ മൈലേജ് കിട്ടും. ചെറിയ മെയിൻ്റെനൻസ് വരും. ചെറിയ മെയിൻ്റെനൻസ് വരുന്ന നല്ല ലെഗ് പീസ് എല്ലാം ഉണ്ടാവല്ലോ ബാക്കിലൊക്കെ? ഫുൾ പക്ക ക്ലിയർ വണ്ടി. അടുത്ത വണ്ടി പിന്നെ ഒരു കൊമ്പൻ സാധനം അല്ലേ? പജേറോ. റെഡ് ആൻഡ് വൈറ്റ് ആണല്ലേ? എങ്ങനെ മോഡൽ വരുന്നത്? 2007 മോഡലാണ്. 2027-28 പുതിയ പേപ്പർ ഉണ്ട്. 7 മോഡൽ 28 എല്ലാ പേപ്പറും ക്ലിയർ ആണ്. ഡീസല്, മാനുവല്, 4x4. 4x4 ആണല്ലേ? 4x4 പക്ക വർക്കിംഗ് ആണ്. ഫുൾ വർക്കിംഗ് ആണല്ലേ? AC കാരണമൊക്കെ നല്ല കൂളിംഗ് ആണ് കേട്ടോ. ഫുള്ള് ക്ലിയർ ആൻഡ് ക്വാളിറ്റി വണ്ടിയില്ലേ? വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഒക്കെ ഉണ്ട്. ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ്? ഇത് കിലോമീറ്റർ 98 കിലോമീറ്റർ. 3ാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളല്ലേ? ഇത് ഒറിജിനൽ കേരള അല്ലല്ലോ? അതർ സ്റ്റേറ്റ്. പുറത്തുനിന്ന് റീവണ്ടിയാണ്. ഇങ്ങോട്ട് കേരള നമ്പറായ വണ്ടിയാണ് അല്ലേ? നല്ല ബോർഡിങ് കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നല്ല വൃത്തിയുണ്ട്. അത്യാവശ്യം നല്ല സീറ്റുകാരൊക്കെ ഉഷാറാണല്ലോ അല്ലേ? ഓക്കെ. 7 സീറ്റ് വണ്ടി തന്നെ വരുന്നുണ്ട്. 7 സീറ്റ്. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നാല്? ചോദിക്കുന്നത് 4,70,000 ആണ്. കേട്ടോ. 4,70,000 ചോദിച്ചാൽ എന്തായാലും കുറച്ച് മാറ്റം വരുത്തി കൊടുക്കാം. ലോണ് കാര്യങ്ങള്? ലോണ് കിട്ടൂല. റെഡി ആയിക്ക് വണ്ടി ഇറക്കാം. ഈ പജാർക്ക് എത്ര മൈലേജ് ഡീസൽ ആകുമ്പോ? ഇതിനൊരു 12 കിലോമീറ്റർ. 10-12. 10-12 ലെവലിൽ മാക്സിമം മൈലേജ് കിട്ടും. പിന്നെ 4x4 ഒന്നും കൂടെ കുറയില്ലേ? ഓക്കെ. ഒരു ആവറേജ് മൈലേജ് നമ്മൾ പറഞ്ഞില്ലേ? പിന്നെ ഓടിക്കുമ്പോ അതിനനുസരിച്ച് കിട്ടുമല്ലോ അല്ലേ? അടുത്ത വണ്ടി പിന്നെ ഇന്നോവ അല്ലേ? ഒരു 7 സീറ്റ് വണ്ടി. ഇത് ഓഫർ വണ്ടിയാണ് കേട്ടോ. ഓഫർ വരെയുള്ള ഇന്നോവ ആണ് അല്ലേ? കഴിഞ്ഞ വീഡിയോയിൽ ഒരു വണ്ടി കാണിച്ചിനി അതേപോലത്തെ വണ്ടിയാണ്. വില കുറച്ച് കൊടുക്കണം. 7 സീറ്റ് വണ്ടി. 2007 മോഡല്. i4 ചെയ്ത വണ്ടിയാണ്. i4 ചെയ്ത വണ്ടിയാണ്. 7 മോഡല് അല്ലേ? 4 പുതിയ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. LCD ഉണ്ട്. സബ് ഉണ്ട്. ഊഫർ ഉണ്ട്. എല്ലാം ഉണ്ട്. സബ് ഊഫർ ഒക്കെ ഉള്ള വണ്ടി. എത്ര പേപ്പർ ഉണ്ട്? 2027 പേപ്പേഴ്സ് ഉണ്ട്. എല്ലാ പേപ്പറും ക്ലിയർ ആണല്ലോ അല്ലേ? കിലോമീറ്റർ പറയാൻ പറ്റുന്നാല്? കിലോമീറ്റർ കിലോമീറ്റർ നോക്കണ്ട. പഴയ വണ്ടി അല്ലേ? പഴയ വണ്ടി ആവുമ്പോ പറഞ്ഞല്ലോ അല്ലേ? സീറ്റുകൾക്കല്ല അത്യാവശ്യം നല്ല വൃത്തിയിലുണ്ടല്ലോ. എഞ്ചിൻ ക്വാളിറ്റി ആണ്.
മേജർ ആക്സിഡന്റ് ഒന്നുമില്ല, ചെറിയ ആക്സിഡന്റ് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. നമുക്ക് റേറ്റ് ഒരു 3.10 കൊടുക്കാൻ പറ്റും. 3,10,000 2007 മോഡൽ ഇന്നോവ ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള ടൈപ്പ് 4 ചെയ്ത വണ്ടി, ഫുൾ പക്ക ക്ലിയർ വണ്ടി. ജിടിന് കൊടുത്തിനത് പവറിന്റെ കയറ്റി വണ്ടി കൈവടിയിൽ കൊടുത്തിട്ടുണ്ട്. അത് 3.10 ആണ്, G4 ആണ് അല്ലേ കമ്പനി. ഓക്കെ, അത്ര 3.10 ചോദിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് കൊടുക്കും. ലോണും കൊടുക്കാം. 3 ലക്ഷം ലോൺ കയറും. 2 ലക്ഷം ലോൺ കൊടുക്കാം. 1 ലക്ഷം നമുക്ക് വണ്ടി ഇറക്കാം. ഇത് പെട്രോൾ ഡീസലാ മാത്രം മൈലേജ് കിട്ടും. ഡീസലിന് 10-12 കിലോമീറ്റർ കിട്ടും. എന്തായാലും മൈലേജ് ഇന്നോവന്റെ മൈലേജ് തന്നെ അല്ലേ, വേറെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. സാധാ വണ്ടിയില്ലേ SS4 ഞങ്ങൾ ഡീലറിന്റെ 2011 മോഡലാണ്. പിന്നെ 6ാമത്തെ ഓണർഷിപ്പ് ആണ് വരുന്നത്. 6ാമത്തെ ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് അല്ലേ. ഓക്കെ, പിന്നെ 86 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. 87,000. ഓക്കെ, റീപ്ലേസ് മെക്കാനിക് നല്ല ഫിറ്റ് ഉള്ള വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. അതെ, തട്ടുമുട്ടൊന്നും ഒന്നുമില്ല. എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണമെന്നല്ലേ? ചോദിക്കുന്നത് 2,10,000. 2.10 സെറാ വണ്ടി ചോദിക്കേണ്ടത്. എന്തായാലും കുറച്ച് കൊടുക്കും. അതുപോലെ ഒരു 1 lakh നമുക്ക് ഫിനാൻസ് നോക്കാം. 1 lakh ലോണും കയറും. 1 ലക്ഷം വണ്ടി ഇറക്കല്ലേ. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഡീസൽ ഫ്യൂലറിന്റെ 18 കിലോമീറ്റർ മൈലേജും കിട്ടും. എന്തായാലും മൈലേജ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലേ. ഓക്കെ, അടുത്ത വണ്ടി പിന്നെ സ്വിഫ്റ്റ് ഡിസയർ ആണല്ലേ, ബ്ലൂ കളർ. ഇത് 2009 മോഡലാണ്. പിന്നെ ഇത് നമുക്ക് 2 ലക്ഷത്തിന് കൊടുക്കാം. 2 ലക്ഷം റുപ്യക്ക് 2009 മോഡല് സ്വിഫ്റ്റ് ഡിസയർ കൊണ്ടുപോകാം. വീഡിയോയിലെ പേപ്പർ എത്ര 2029 ലാസ്റ്റ് വരെ ഉണ്ട് കേട്ടോ. എല്ലാ പേപ്പറും ക്ലിയറാ. കിലോമീറ്റർ കാര്യങ്ങൾ എങ്ങനെ? കിലോമീറ്റർ 83,000 കിലോമീറ്റർ. 3ാമത്തെ ഓണർഷിപ്പ്. 83,000 കിലോമീറ്റർ ഓടിക്കണു. 3ാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളൂ അല്ലേ. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയൊക്കെ ചെയ്തോണ്ടല്ലേ. ഓ, എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണെന്നാല്? ചോദിക്കുന്നത് 2 ലക്ഷം. 2 ലക്ഷം ചോദിക്കുന്നുണ്ട്. 1 lakh ഫിനാൻസ് കൊടുക്കാം. 1 lakh ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ. ഫുൾ പക്ക ക്ലിയർ ക്വാളിറ്റി വണ്ടി അല്ലേ. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. എടുക്കുന്നൊക്കെ വേറെ പണി കാര്യങ്ങളൊന്നും ചെയ്യല്ലോ. നിലവിലൊന്നുമില്ല. ഇത് ഡീസലാകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? 18 രൂപ കിട്ടും. എന്തായാലും മൈലേജ് കിട്ടും. ഫുൾ പക്ക ക്ലിയർ വണ്ടി അല്ലേ. ഓക്കെ, അടുത്ത വണ്ടി പിന്നെ ഒരു സ്കോർപിയോ ആണല്ലോ. സ്കോർപിയോ 2008 മോഡലാണ്. ഇത് എംഹോക്കാണ് എഞ്ചിൻ വരുന്നത്. എംഹോക്കാണല്ലേ, കേരള 56 ആണ് അല്ലേ. ഓക്കെ, പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. നിലവിലുള്ള 1,11,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. റീപ്ലേസ് റീപ്ലേസ് ഗ്ലാസ് ഉണ്ട്. വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഓടിക്കാൻ അത്ര അടിപൊളിയാണോ. അത്ര അടിപൊളി വണ്ടിയാണ് അല്ലേ. റീപ്ലേസ് ഫുൾ പക്ക വണ്ടിയില്ലേ. സീറ്ററൊക്കെ എല്ലാം അടിപൊളി ഉഷാറാക്കി ചെയ്തോളല്ലേ. അതെ, മേജർ പരിപാടി ഒന്നും ഇല്ലല്ലേ. ഒന്നുമില്ല. നമുക്ക് പുതിയ പേപ്പർ കൊടുത്തു കൊടുക്കാം കേട്ടോ. ഫുൾ പേപ്പർ ക്ലിയർ ആക്കിയാണ് കൊടുക്കാം. ഫുൾ ഫിറ്റ് ആക്കി കൊടുക്കാം. എത്ര കൊടുക്കുന്നല്ലേ? നമുക്ക് 2.80 കൊടുക്കാം. 2,80,000 റുപ്യക്ക് 7 സീറ്റ് സ്കോർപിയോ കൊടുക്കാം അല്ലേ. അതും ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി അല്ലേ. എടുക്കുന്നവർക്ക് വേറെ പണി കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. എല്ലാം കൊണ്ട് ഉഷാറുള്ള വണ്ടി. വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. ചൊറുക്കിന്റെ കട്ട വണ്ടി. മാക്സിമം ലോൺ എഴുതുമ്പോ ലോൺ കിട്ടൂല. റെഡി കായ്ക്ക് ഇറക്കാം. ഇത് ഡീസലാകുമ്പോ എത്ര മൈലേജ് കിട്ടും? 14 കിട്ടും. വർത്താനം പറയും. വോയിസ് മെയിൽ അല്ല, വർത്താനം പറയാത്ത വണ്ടിയാണ് അല്ലേ. എന്നാലും അത്യാവശ്യം നല്ല പറവുള്ള വണ്ടി തന്നെയാണ് അല്ലേ. അടുത്ത വണ്ടി വീണ്ടും സ്കോർപിയോ ആണല്ലേ. സ്കോർപിയോ. ഓക്കെ, ഇത് 2005 മോഡലാണ്. 2005 മോഡലാണ് അല്ലേ. 2005 ഡിസംബർ വരെ പേപ്പേഴ്സ് ഉണ്ടാവും കേട്ടോ. പേപ്പർ ഉള്ള വണ്ടി അല്ലേ. ഓക്കെ, ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. ഓക്കെ, കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 1.48 ഓടിയിട്ടുണ്ട്. റീപ്ലേസ് മെയിൻ ഗ്ലാസ് ഉണ്ട്. വേറെ ഒന്നും മെയിൻ ഗ്ലാസ് മാറിക്കണം. വേറെ മേജർ റീപ്ലേസ് ആകുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാറല്ലേ. സീറ്റൊക്കെ നീല കളർ ആക്കിണ്ടല്ലേ. ഉഷാറാക്കി ചെയ്തോണ്ടല്ലേ. ബോർഡിന്റെ കളറിന്റെ സീറ്റും ചെയ്തിട്ടുണ്ടല്ലേ. 7 സീറ്റ് വണ്ടി. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണല്ലേ. ഒറിജിനൽ കേരള. നമുക്ക് 1.60 കൊടുക്കട്ടോ. 1,60,000 റുപ്യക്ക് നമുക്ക് സ്കോർപിയോ കൊടുക്കാറല്ലേ. അതും വർത്താനം അറിയില്ലല്ലോ. അറിയാം. ഇത് കൂറ്റടിച്ചതാ. കൂറ്റടിച്ച സ്കോർപിയോ ആണല്ലേ. കൂറ്റുള്ള വേറെ വരാണ്ടാവുമല്ലോ അല്ലേ. ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും. 10-12 കിലോമീറ്റർ കിട്ടും. 12 ലെവല് മൈലേജ് കിട്ടും. വേറെ പണികളൊന്നും ഇല്ല. വർത്താനം പറയില്ല. കൂറ്റടിച്ച വണ്ടി അല്ലേ. ഓക്കെ, അടുത്ത വണ്ടി പിന്നെ സഡാ വണ്ടി SS4 അല്ലേ. അലവിലൊക്കെ ചെയ്ത വണ്ടിയാണ്. അലവിലൊക്കെ ചെയ്ത നല്ല അടിപൊളിയൊക്കെ വണ്ടി അല്ലേ. 2011 മോഡലിനാണ് വീഡിയോ കേട്ടോ. 11 മോഡൽ വീഡിയോ ആണ് അല്ലേ. ഇത് നമുക്ക് മറ്റേ റേറ്റ് 2.10 കൊടുക്കാം. 2,10,000 റുപ്യക്ക് ഈ സെഡാ വണ്ടി കൊടുക്കാം. 4th ഓണർഷിപ്പ് നിലവിലുള്ള 86,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫുൾ പക്ക ക്ലിയർ വണ്ടി അല്ലേ. ഓണർഷിപ്പ് സെക്കൻഡോ 4th നിലവിലുള്ള അല്ലേ. സീറ്റൊക്കെ എല്ലാം അടിപൊളിയാണല്ലോ. ലെതറിന്റെ കവർ കാര്യങ്ങളെല്ലാം അടിപൊളിയാക്കി വണ്ടി അല്ലേ. എത്ര വയ്ക്കുന്നത്? 2.10 എന്തായാലും കുറച്ച് നോക്കട്ടോ. ലോൺ കയറി വണ്ടി 1 lakh ലോൺ ചെയ്ത് കൊടുക്കാം. അലവിലൊക്കെ ചെയ്തല്ല അടിപൊളി വണ്ടിയാണ്. വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ പക്ക ക്ലിയർ വണ്ടി അല്ലേ. ഡീസലാ മാത്രം മൈലേജ് കിട്ടും. 15 രൂപ കിട്ടും.
18 ലെവൽ എന്തായാലും മൈലേജ് കിട്ടും. ഫുൾ പക്ക ക്ലിയർ ഉണ്ടല്ലേ ഫ്രണ്ട്സ്? അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനൽ കാണുന്ന മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ചെയ്യാനൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലും ഉണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. അപ്പൊ അടുത്തുള്ള അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം.